ഹലോ നമസ്തേ. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് കേരളത്തിലെ 17% വരുന്ന കേരളത്തിലെ ജനസംഖ്യയിലെ 17% വരുന്ന നായർ സമുദായത്തെ അകാരണമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള അധിക്ഷേപ സുനാമി തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 1990-കളിൽ ടി മുരളി എന്ന ഒരു വർഗീയ അജണ്ട കൈകാര്യം ചെയ്യുന്ന ഈഴവ സമുദായത്തിൽ ജനിച്ച തൃശ്ശൂരുകാരനായ ഒരു വ്യക്തി തുടങ്ങി വച്ച ഒരു പദ്ധതിയാണ്. അതായത് അതിന് കൂടുതലായിട്ട് ഒരു മൈലേജ് കിട്ടിയത് മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെ ആർട്ടിക്കിൾസ് വഴിയും വാരികകൾ വഴിയും മാസികകൾ വഴിയും ഒക്കെയാണ് അതിന് കൂടുതലായിട്ട് ഒരു മൈലേജ് കിട്ടിയത്. അത് പിന്നീട് പുസ്തകങ്ങളിലൂടെയും ചിത്രങ്ങളിലും കൂടെ അത് കൂടുതലായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ കാലം വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2005 ശേഷം ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അതായത് ഒരു സമൂഹത്തെ എങ്ങനെ വംശഹത്യ ചെയ്യാം, ആദ്യം സൈക്കോളജിക്കലായിട്ടുള്ള വംശഹത്യ ചെയ്യുക, എന്നിട്ട് അവരിൽ ഒരു അപകർഷതാബോധം ഉണ്ടാക്കിയെടുക്കുക, അവരെ ഇവിടെ നിന്ന് പലായനം ചെയ്യിക്കുക. തമിഴ്നാട്ടിൽ അയ്യങ്കാർ സമുദായത്തിൽപ്പെട്ടവർ 1950-കളിൽ അവർ ഏകദേശം ഒരു 15% ഉണ്ടായിരുന്നു തമിഴ്നാട് ജനസംഖ്യ. ഇന്ന് അവരുടെ ജനസംഖ്യ 3% കുറഞ്ഞിട്ടുണ്ട്. അവർ നാട് വിട്ട് ഓടിയത്. അവിടെ അവർ ഈ ജാതിവരി പ്രചരിപ്പിച്ച് അങ്ങനെ ഓടിച്ചു. കാശ്മീരിൽ നിന്നും പണ്ഡിറ്റുകളെ ഓടിച്ചു. അതുപോലെ കേരളത്തിൽ നിന്നും ഈ മലയാള ഭൂമിയിൽ നിന്നും നായന്മാരെ ഇവിടെ നിന്നും പ്രവാസികളാക്കി ഇവിടെ നിന്നും ഓടിക്കുവാനായിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾ നടക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 1 ലക്ഷത്തോളം ഫേക്ക് ഐഡീസ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കൂടെ പ്രവർത്തിക്കുന്നതിനായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം ഫേക്ക് ഐഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എവിടുന്നാണ് ഫണ്ട് വരുന്നത് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇവർക്ക് ഫണ്ട് വരുന്നുണ്ട്. അതായത് ജൂത വംശഹത്യ കഴിഞ്ഞാൽ അടുത്ത് ഇത്രയും മാസ്സായിട്ടും സൈക്കോളജിക്കൽ